സമാധാന ചർച്ചകൾക്കായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ഇറാൻ പ്രതികരിക്കാത്തതിനെ തുടർന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇസ്ലാമാബാദ് സന്ദർശനം മാറ്റിവെച്ചു. ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടാനിരുന്ന വാൻസ് ഇപ്പോൾ വാഷിംഗ്ടണിൽ തുടരുകയാണെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ബുധനാഴ്ച വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായുള്ള ഉന്നതതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് വിവരം. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങളും അസ്വീകാര്യമായ നടപടികളും കാരണമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാത്തതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധത്തെ കടൽക്കൊള്ള എന്നും ഭരണകൂട ഭീകരതയെന്നുമാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഇറാന്റെ 2 കപ്പലുകൾ തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ ജാരേദ് കുഷ്ണറും മിയാമിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് തിരിച്ചു. ഇവരെ രണ്ടാമത്തെ റൗണ്ട് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോകേണ്ട വിമാനം വാഷിംഗ്ടണിലേക്ക് തിരിച്ചുവിട്ടതായാണ് ഫ്ലൈറ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. US സംഘത്തെ JD വാൻസും ഇറാൻ സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫും നയിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചന. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ വാർത്താ വിനിമയ മന്ത്രി അത്താഉള്ള തരാർ അറിയിച്ചു. അതേസമയം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. പുറമേക്ക് കടുത്ത നിലപാടുകൾ പറയുന്ന ഇറാൻ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാത തുറക്കാനായി ഇടനിലക്കാർ വഴി തന്നെ സമീപിച്ചതായും ട്രംപ് വെളിപ്പെടുത്തി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് വഴി ഇറാന് പ്രതിദിനം $50 കോടി വരുമാനം നഷ്ടമുണ്ടാകുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഈ ഭീമമായ തുക നഷ്ടപ്പെടാതിരിക്കാനാണ് അവർ പാത തുറക്കാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ നാവിക ഉപരോധം കാരണം പാത ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. പൊതുമധ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുഖം രക്ഷിക്കാനാണ് ഇറാൻ കടുപ്പത്തിൽ സംസാരിക്കുന്നതെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാൻ ഉടൻ തന്നെ കടലിടുക്ക് തുറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശവുമായി 4 ദിവസം മുൻപ് ചിലർ തന്നെ സമീപിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ കൃത്യമായ കരാറുകളിൽ എത്തുന്നതിന് മുൻപ് പാത തുറന്നു കൊടുക്കുന്നത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിദിനം ഏകദേശം 140 കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വെറും 3 കപ്പലുകൾ മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 20,000-ഓളം നാവികരും 100 കണക്കിന് കപ്പലുകളും മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകുന്നതിനായി ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതായി ട്രംപ് അറിയിച്ചു. എങ്കിലും ഇറാനോ ഇസ്രായേലോ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചർച്ചകളുടെ 2ാം ഘട്ടം നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള ഇന്ധന വിപണിയെയും സാമ്പത്തിക സുരക്ഷയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇറാന് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ച് അനുകൂലമായ ഒരു കരാറിൽ എത്തിക്കാനാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.